വെളിയിലിങ്ങനെയാണ് എന്തൊക്കെയോ കറങ്ങുന്നുണ്ട് വെളിയില്. അവിടെ സണ്ണൊക്കെ ഉദിച്ചു വരുന്നു. എന്തോ സണ്ണാണ് ഗൈസ് ഉദിച്ചു വരുന്നത്. ഇവിടെ ആൾക്കാരുടെ നടപ്പുണ്ട്. ചിലരൊക്കെ വണ്ടിയിലൊക്കെ പോകുന്നുണ്ട്. അതെന്തോന്ന് അറിഞ്ഞൂടെ എനിക്ക്. സണ്ണൊക്കെ അവിടെ എത്തി. ഒരു ബസ്സൊക്കെ പോകുന്നുണ്ട്. ഇനി അടുത്ത് നമുക്ക് വെളിയിൽ ഇറങ്ങിയിട്ട് കാണാം. ഇന്ന് അവിടെ നിന്നപ്പോഴേ ഇത് അടയാൻ വന്നതാണ്. ഞാൻ കാലിച്ച് നിർത്തി ഇതിന് പിടിച്ച് ഇങ്ങനെ ഇറുക്കി വെച്ചിരുന്നു. ഇല്ല, ഇത് അവിടെ വയ്ക്കാനുള്ള. ഗൈസ്, അപ്പം നമ്മൾ രാവിലെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ഇറങ്ങി. നമ്മൾ തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ എവിടെ എത്തിയിട്ടുണ്ട്. വണ്ടി ഓടിച്ചോണ്ടിരിക്കുകയാണ്. എവിടെ ചേച്ചി? എവിടെ ചേച്ചി ബാക്കിലുണ്ട്. മതി. നമുക്കിനി പോണ വഴിക്ക് കുറച്ച് 2-3 സ്ഥലങ്ങൾ കൂടെ കാണാനുണ്ട്. അപ്പൊ അതൊക്കെ കണ്ടിട്ട് നമ്മളിന്ന് വീട്ടിൽ എത്തുന്നതായിരിക്കും. ഒന്ന് മതിയാ? പിടി, ഞാൻ അടുത്തുണ്ട്. ആവശ്യത കുറെ പന്നിക്കൂട്ടങ്ങള്. എന്തിന് പന്നി? ഇതൊക്കെ ഇഷ്ടം പോലെ വേസ്റ്റ്. ഇവിടെ ശരിക്കും പന്നിയുണ്ട്, കാട്ടു പന്നി. ഇത് വളർത്തണല്ല, കുട്ടിയും വെട്ടിയും അല്ല, കുട്ടിയും തള്ളയല്ല. ഈ കുട്ടിക്ക് നല്ല കുഴപ്പമുണ്ടോ? എന്തോ കുഴപ്പം? എടുത്താലും ഒരു കുഴപ്പമില്ല ഗൈസ്. വീട്ടിൽ പോയിട്ട് കുളിപ്പിച്ചാൽ മതി. നമുക്കിനി തിരുനെൽവേലി പോയിട്ടാണ് പോകേണ്ട. അപ്പൊ തിരുനെൽവേലി 165 കിലോമീറ്റർ ഉണ്ട്. നേരെ തൂത്തുക്കുടി 121 കിലോമീറ്റർ. നമുക്ക് പോവാം. ഗൈസ്, ഒരു കാര്യം കാണിച്ചു തരാമേ. ഇവിടുത്തെ ആൾക്കാർ വെള്ളം കൊണ്ടുപോകുന്ന കണ്ടോ? വെള്ളം പിടിച്ചു കൊണ്ടുപോകണം രീതിയുണ്ടോ? ഇത് കണ്ട കുറെ ആൾക്കാർ വരുന്നുണ്ട്. ഇയാള് ഒറ്റയ്ക്കായി പോയി തോന്നുന്നു. കാല് വയ്യാത്തയാണ്. ഗൈസ്, നമ്മൾ പനം കിഴങ്ങ് തപ്പി 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 ചോദിച്ചപ്പോ പറഞ്ഞ് ഇവിടെ ഒരു മാർക്കറ്റുണ്ട്. മാർക്കറ്റിൽ പോയ ഇവിടെ രാവിലെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവര് പറയായിരുന്നല്ലോ രാവിലെ ഇവിടെ കിട്ടും.
നോക്കാം. എന്തായാലും ഇവിടെ നിന്ന് പനങ്കിഴങ്ങും പനങ്കും ഒക്കെ വാങ്ങിച്ചിട്ടേ പോകുള്ളൂ. ഇങ്ങ കിട്ടല ഞാൻ പച്ചക്കറിയൊക്കെ ഉണ്ട്. ഇത് പനം ഇല്ലെന്ന് തോന്നണല്ലേ? ഇത്രയേ ഉള്ളൂ പച്ചക്കറി കട. ഇല്ല, നമ്മൾ ഉദ്ദേശിച്ച സാധനം ഇവിടെ ഇല്ല. ഇതെന്തോ സാധനമാണ്? ഇവിടെ ഒരു സാധനം നമുക്ക് കിലോ 100 രൂപ. കിലോ 100? വേണ്ട. ഇതെന്തോ? ഇത് മറ്റേ മുസ്തമ്പി കൊടുത്തോ? ഇത് മറ്റേ വേറെ സ്ഥലത്ത് വേണം. കയ്യിൽ വേണം ഓരോ ഒഴികെ. ഇത് കണ്ടോ? എന്തോന്ന് ഇതെല്ലാം ചെയ്ത് വെച്ചിട്ട് സോറി പറഞ്ഞ് മാറ്റിയിട്ടുണ്ടെന്ന് പ്രശ്നം. എന്തുവാടാ നിന്റെ പ്രശ്നം? ചുമ്മാ ഇരുന്ന് പിണങ്ങിക്കൊണ്ടിരിക്കണം. ആ കൊച്ചി പിണങ്ങിയിരിക്കുന്നത് അതാണ് പിണങ്ങിയിരിക്കുന്നത്. ഇപ്പൊ ഇവൻ ചെയ്ത കാര്യം കൊണ്ട് അതാണ് പിണക്ക് മാറ്റിയെന്ന് പറഞ്ഞു. നേരത്തെ ഡിലീറ്റ് ചെയ്തില്ലേ? നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ് ഫുള്ളും വെള്ളത്തിന് ക്ഷാമമുള്ള സ്ഥലങ്ങളാണ്. കണ്ടോ, എല്ലാവരും രാവിലെ കുടവുമായിട്ട് നടക്കുകയാണ് വെള്ളത്തിന് വേണ്ടി. നമ്മൾ വരുന്ന വഴിക്ക് കുറേ ആൾക്കാരൊക്കെ ഉണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. വണ്ടിയിൽ വെള്ളം വരുന്നുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അവരെ കയ്യിലിരിക്കുന്ന ആ ഒരു വണ്ടിക്കാണെങ്കിൽ 5 കുടം വയ്ക്കാനുള്ള ആ ഒരു സ്പേസ് ഉണ്ട്. 5 കുടം അതും വെച്ചാണ് വെള്ളം പിടിച്ചത്. അപ്പോൾ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ അവർക്ക് ഒരു ദിവസത്തേക്കുള്ള വെള്ളം അവർക്ക് കൊണ്ടുപോകാൻ പറ്റും. ഈ സമയം ഇപ്പം മണി 8:30 നമ്മൾ കഴിച്ചില്ല, ഇതുവരെ ഒന്നും കഴിച്ചില്ല. ഭയങ്കര തലവേദന. അപ്പോൾ ഒരു കട്ടൻ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഇറങ്ങി. ഒരു ചെറിയ കടയാണിത്. കട്ടൻ കുടിച്ചിട്ട് അടുത്ത് ജംഗ്ഷനിൽ പോയിട്ട് ചായ കുടിക്കും, എന്തെങ്കിലും കാപ്പി കുടിക്കാമെന്ന് വിചാരിച്ചു. അത് തന്നെ നിന്റെ അടുത്ത് ചോദിക്കും. പൊട്ടിച്ചേരണോ? തിരിച്ച് എന്നിട്ട് കാണിക്കുക. ബിസ്ക്കറ്റ് ക്രീമാണ്, കഴിച്ചു നോക്കൂ. കൊള്ളാം. ഇവിടുത്തെ നെയ്യപ്പമാണിത്. നമ്മളെ നാട്ടിലെ നെയ്യപ്പം പോലെയല്ല, ഭയങ്കര സോഫ്റ്റാണ്. ചൂടില്ല, പക്ഷെ എന്തോ എനിക്കറിയില്ല, നല്ല ഭയങ്കര സോഫ്റ്റാണ്. ഇത് മറ്റേ മക്രോണിയാ അങ്ങനെ എന്തോ ആണ് പേര്.
വായിലിട്ട് ഇങ്ങനെ അരിഞ്ഞു പോകും. തൂത്തുക്കുടി സ്പെഷ്യലാണ് സേലം. അയ്യോ ഇതുകൊള്ളല്ലേ മൈദമാവാണ്. കരിപ്പിൽ സ്റ്റിക്കർ ഒട്ടിയാണടി വരുന്നത്, കണ്ടാ നീ? ആപ്പിളൊക്കെ ഒട്ടിച്ചിരിക്കും പോലെ അല്ലേ? കാരണം ഈ നാട്ടിൽ തന്നാണ് ഞാൻ നോക്കുന്നത്. ഞാൻ എവിടെയൊക്കെ ഉണ്ട് പറ, എന്താ പരിപാടി? കറക്കമൊന്നുമില്ല. ഓ അങ്ങനെ വീട്ടിലുണ്ടോന്ന് എന്നെ ചോദിച്ചു. അവളെ കിട്ടിയില്ലേ? പിന്നെ ഗസ്റ്റ് ബുക്ക് ചെയ്താ? കൺഫേം ആയില്ല. നാളെ സെക്രട്ടറിയിലുണ്ടോ? അപ്പൊ ഞാൻ നാളെ നീ എനിക്ക് ബുക്ക് ചെയ്ത പേരും ഡീറ്റെയിൽ ഇട്ടേ. നാളെ ഞാൻ നോക്കാം. എന്നിട്ട് നീ ഇവിടെ വയ്ക്കുക. നിർത്തി പനങ്കിഴങ്ങ് വാങ്ങിക്കാന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഇരുന്നു. ശർക്കര പൗഡർ മറ്റേ ഇതുണ്ടോന്ന് ചോദിച്ചു. എത്ര ഇത്? ഇത് 380 കിലോ. സ്ഥലം കുറയില്ല, വ്യത്യാസം വരില്ല വില. ഇതില് 5 രൂപ 10 രൂപ ഉള്ളതാ? ഇല്ല ഇല്ല, ഇത് വിലക്ക് വാങ്ങിയിട്ടുള്ളൂ. ഇന്ന് வந்து ஒரு 1.5 மாசம். മറ്റേ അക്കാനീര പോയിട്ടോ നോ. ഇതൊരു പനത്തോട്ടമാണ്. ഒന്നുമില്ല, നമ്മളൊന്നും സമയം മോശമായിപ്പോയി. ഇവിടെ സീസൺ ഒന്നുമില്ല. ഈ അക്കാനിയൊക്കെ എടുക്കുന്ന അക്കാനി എടുക്കുന്ന കലമൊക്കെ അതായിരിക്കുന്നത് കണ്ടോ. ചെറിയ ഇതൊക്കെ പനം കിഴങ്ങിൻ്റെ ചെറുത് പൊടിച്ചിരിക്കുന്നു. അപ്പുറത്ത് ഫുള്ളും പന തോട്ടം തന്നെ. അവരെ ചെറിയ കുടില് ഇവിടെ തന്നെ ഒരു താമസം. ഇനി നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോവാം.